അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇനി CPM-ന്റെ തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന്റെ വാർത്തയിലേക്കൊന്ന് പോകാം. ജില്ലാ സെക്രട്ടറിയായി വി ജോയ് തുടരും. പുതുമുഖങ്ങൾ ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്തും. ഏരിയ സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെ ഉണ്ടായ വിമർശനങ്ങൾ ജില്ലാ സമ്മേളനത്തിലും തുടരാനാണ് സാധ്യത. ജില്ലയിൽ പ്രാദേശിക വിഭാഗീയത ശക്തമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. റിനു സീധർ ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റിനു സീധർ, വി ജോയ് തന്നെ തുടരുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം വിഭാഗീയത ജില്ലാ സമ്മേളനത്തിലും തലവേദനയാകുമോ? ഡോക്ടർ അരുൺകുമാർ, ഇപ്പോൾ തിരുവനന്തപുരം CPM-ന്റെ ജില്ലാ സമ്മേളനത്തിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ പോളിറ്റ് ബ്യൂറോ അംഗമായിട്ടുള്ള MA ബേബി ഈ പ്രതിനിധി സമ്മേളനം കോവളം ഏരിയ കമ്മിറ്റിയുടെ കീഴിലാണ് സമ്മേളനം നടക്കുന്നത്. കോവളം ജംഗ്ഷനിൽ വെച്ച് നടക്കുന്ന ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമെന്നുള്ളത് നമുക്കറിയാം. ഏറെ വിമർശനങ്ങളും സ്വയം വിമർശനങ്ങളൊക്കെ ഉയർന്നു വരുന്ന സമ്മേളനത്തിൽ ഏറ്റവും കൂടുതലും CPM-ന്റെ ജില്ലാ നേതൃത്വത്തിനെതിരെ വിമർശനങ്ങളായിരിക്കും ഉയർന്നു വരിക എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം സംസ്ഥാന കമ്മിറ്റിയുടെ ഇടപെടലുകളിലും വിമർശനങ്ങൾ ഉയർന്നു വരാൻ ഏറെ സാധ്യതകളുണ്ട്. നമുക്കറിയാം, തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറെ വിഭാഗീയതകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറി ഉൾപ്പെടെ BJP-യിലേക്ക് പോയ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇത്തരം ചർച്ചകളൊക്കെ തന്നെ പ്രധാനമായും ഉയർന്നു വരും. സാധാരണഗതിയിൽ ജില്ലാ സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്ന വകുപ്പുകൾ, അതായത് രണ്ടാം പിണറായി സർക്കാരിനെതിരായിട്ടുള്ള വിമർശനങ്ങൾ, പ്രത്യേകമായി ആരോഗ്യ വകുപ്പ്, ആഭ്യന്തര വകുപ്പ്, അതുപോലെ തന്നെ ഭക്ഷ്യവകുപ്പ് ഉൾപ്പെടെയുള്ള വകുപ്പുകൾക്കെതിരെ ഉയരുന്ന വിമർശനങ്ങൾക്ക് അപ്പുറം തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ഒപ്പം ദത്ത് വിവാദം മുതൽ കത്ത് വിവാദം വരെ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും നിലവിൽ MLA കൂടിയായിട്ടുള്ള വി ജോയ് തന്നെയായിരിക്കും ജില്ലാ സെക്രട്ടറിയായി തുടരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഒപ്പം കഴിഞ്ഞ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ നിലവിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായിട്ടുള്ള ആനാവൂർ നാഗപ്പനും അതുപോലെ തന്നെ റഹീം MP ഉൾപ്പെടെ ഉള്ളവർ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിയും. പകരം 4 പേർ പുതുതായി ജില്ലാ കമ്മിറ്റിയിലേക്ക് എത്താൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതിൽ പ്രധാനമായും ഉയർന്നു വരുന്ന പേര് എന്ന് പറയുന്നത് VK പ്രശാന്ത് MLA-യുടെയും അതുപോലെ തന്നെ മേയർ ആര്യ രാജേന്ദ്രൻ, അതുപോലെ തന്നെ DYFയുടെ ജില്ലാ സെക്രട്ടറി കോവളം അനൂപ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഉയർന്നു വരുന്നത്. ഈ 4 ഒഴിവുകളായിരിക്കും പ്രധാനമായും ഉണ്ടാകുക എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ സമ്മേളന നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. MA ബേബി ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്തായാലും തിരുവനന്തപുരത്തെ സമ്മേളനത്തിലെ വിഭാഗീയത, തിരുവനന്തപുരം ജില്ലയിലുള്ള വിഭാഗീയതയൊക്കെ സമ്മേളനത്തിൽ ചർച്ചയാകും എന്നത് ഉറപ്പാണ്. പ്രേക്ഷകരറിയാം മംഗലപുരത്ത് എന്താണ് സംഭവിച്ചത് എന്നുള്ളത്.